ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്ഥിതിക്ക് എന്നെ പലരും പലതുമാക്കി തീർക്കൂട്ടോ. എനിക്ക് ഈ ഭാഗത്ത് വരുമ്പം ഓർമ്മ വരുന്നത് എന്താ, ഏകദേശം ഒരു 1.5 കൊല്ലം മുൻപ് ഉള്ള കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. ഇതുമാതിരിയായിരുന്നു ഓരോ ഭാഗത്തും പണികൾ നടന്നിരുന്നത്. ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഏകദേശം ഒരു 1.5 ആഴ്ചയായിട്ട് നമ്മൾ തൃശ്ശൂർ റീച്ചിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മളിപ്പോൾ മലപ്പുറം ജില്ലയിൽ എത്തിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ ഞാൻ എത്തിയിരിക്കുന്നത് കൂരിയാട് ഭാഗത്താട്ടോ. അപ്പോൾ നമ്മൾ ഈ കൂരിയാട് ഭാഗത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് കൂരിയാടിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ. ഈ കൂരിയാട് എന്ന് പറഞ്ഞ സംഭവം ആരും അറിയാതെ കിടക്കിയിരുന്നു. അപ്പോഴാണ് നമ്മൾ ദേശീയപാത 66 വികസനമായി വൈഡനിങ് വന്ന സമയത്ത് ഇവിടെ അണ്ടർപാസിനോട് ചേർന്നിട്ട് അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണിട്ട് വന്ന പ്രദേശമുണ്ട്. അവിടെ മണ്ണിടിച്ചിൽ സംഭവിച്ചു. അത് ഭയങ്കര ചർച്ചയായിട്ടോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകളൊക്കെ കൂരിയാട് എവിടെയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദേശീയപാതയൊക്കെ ഓപ്പൺ ആയിട്ട് ഈ വഴി യാത്ര ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കും കൂരിയാട് എവിടെയെന്നുള്ളത്. പിന്നെ അതുകൂടാതെ വേറൊരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൂരിയാട് ഈ മണ്ണിടിച്ചിൽ സംഭവിച്ചു, അതുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു പുതിയതായിട്ടൊരു വയഡക്റ്റ് നിർമ്മിക്കാനുമുണ്ട്. ഏകദേശം 400 മീറ്റർ നീളമുള്ള വയഡക്റ്റാന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ കൂരിയാട് പ്രശ്നം വരുന്നതിന് മുൻപ് പല സ്ഥലത്തും പല പല പ്രശ്നങ്ങളായിട്ട് ദേശീയപാതയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അന്ന് അതിനൊന്നും അധികം ആളുകൾ ആരും പ്രതികരിച്ചില്ല. പക്ഷേ ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് നമ്മൾ കാണാത്ത പല ആളുകൾ പോലും ഇതിന് പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും പ്രതികരിച്ച് വന്നപ്പോൾ ഇതിനൊരു തീരുമാനമായി. ഇവിടെ പാലം വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കണ വേറെ കാര്യങ്ങളൊന്നുമല്ല. ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. കാരണം പല പല പ്രശ്നങ്ങളായിട്ട് ജനങ്ങൾ പല കാര്യങ്ങളും ഉന്നയിച്ചു. നടപ്പാതയില്ല, ഡ്രൈനേജിൻ്റെ അവിടെ വെള്ളം കെട്ടണം, അവരെ വീടിൻ്റെ ഉമ്മറത്തേക്ക് വെള്ളം കയറുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ വിഷയങ്ങൾക്ക് ഇതിന് മുൻപുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും കാണാത്ത കുറേ ആളുകളെ നമ്മൾ ഈ പ്രശ്നം വന്ന സമയത്ത് അടിച്ച് കസർത്തുകയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ന്യൂസ് ചാനലിൽ വന്ന് ചർച്ചയാവുന്നുണ്ട്. എന്തായാലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പാലം വരണം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്ഥിതിക്ക് എന്നെ പലരും പലതുമാക്കി തീർക്കൂട്ടോ. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നടന്ന കാരണം ഞാൻ ദേശീയപാതയുടെ വീഡിയോ എടുക്കുന്ന സമയത്ത് പല സ്ഥലത്തും, പക്ഷേ കാസർഗോഡ് മുതൽ ഏകദേശം കൊല്ലം ഭാഗം വരെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പല ആളുകളും കാണലുണ്ട്. അവരൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ എന്നോട് പറയലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാനിത് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ കക്കാട് ഭാഗത്തു നിന്ന് വരുന്ന സമയത്ത് ആണ് പനമ്പുഴ പാലമുള്ളത്. പനമ്പുഴ പാലം കഴിഞ്ഞിട്ട് കൂരിയാട് പാടത്തിൻ്റെ അവിടെ വന്ന ഫസ്റ്റ് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡാണ് ഒരു ഭാഗം മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ഇവിടെ SPTൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. SPT എന്താണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒരു പാലം നിർമ്മിക്കുന്നതിന് മുൻപുള്ള കാര്യങ്ങൾ ഓരോ ഘട്ടങ്ങളായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പാലം നിർമ്മിക്കുമ്പം നമ്മൾ നേരത്തെ കണ്ട മാതിരി അപ്രോച്ച് റോഡിന് വേണ്ടി 2 ഭാഗത്തും ആറി ബ്ലോക്കൊക്കെ വെച്ച് പണിയണ മാതിരിയല്ല. അതിൻ്റേതായ ഓരോ കാര്യങ്ങളുമുണ്ട്. എന്തായാലും നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ദേശീയപാതയായിരുന്നു. അതും പ്രത്യേകിച്ച് മലപ്പുറം റീച്ച് തുറക്കാൻ പോവുകയെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കൂരിയാട് ഭാഗത്തുനിന്ന് അങ്ങോട്ട് വെച്ചാൽ കോഴിക്കോട് ഭാഗത്തേക്കും കോഴിക്കോട് ഭാഗത്തുനിന്ന് മലപ്പുറം ഭാഗത്തേക്കും പോരാനുള്ള സർവീസ് റോഡൊക്കെ പൂർണ്ണമായി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വയഡക്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂരിയാട് അണ്ടർപാസിൻ്റെ അവിടുന്ന് നമ്മൾ നേരെ കുളപ്പുറം ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഒരു പാലമുണ്ട്. ഒരു 6 വരി പാലം നിർമ്മിച്ചിട്ടുണ്ട് ഒരു തോടിന് കുറുകെ. അവിടം വരെയാണ് ഈ പാലത്തിൻ്റെ പണികൾ വരുന്നത്. പഴയ കൂരിയാട് റോഡ് 2 വരി പാതയായിരുന്നു. അവിടെ 2 പാലമുണ്ടായിരുന്നു. ആ പാലം പൂർണ്ണമായി പൊളിച്ചു മാറ്റിയിട്ടാണ് പുതുതായിട്ട് പാലം നിർമ്മിച്ചതും. 2 പാലങ്ങളും വ്യത്യസ്ത രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂരിയാട് അണ്ടർപാസ് കഴിഞ്ഞ് വരുന്ന ഫസ്റ്റ് പാലം കോൺക്രീറ്റ് വാളാണ് 2 ഭാഗത്തും. മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിങ്ങുമാണ്. അത് നല്ല ഉയരമുള്ള പാലമാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന പിന്നീടുള്ള പാലമാണ് കുറച്ച് ഹൈറ്റ് കുറവാണ്. അതിൻ്റെ മുകൾ ഭാഗത്ത് എന്ന് വെച്ചാൽ പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡറുമാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ പാടത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു പച്ചപ്പുണ്ട്, ആ ഭാഗമാണ് മണ്ണിടിച്ചിൽ സംഭവിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം അന്ന് ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് പണിയണ സമയത്ത് തന്നെ ജനങ്ങൾ പറഞ്ഞിരുന്നു 2 ഭാഗത്തും വെള്ളം കിട്ടുന്ന പ്രദേശമാണ്, ഈ സർവീസ് റോഡിന് ഇത്ര ഹൈറ്റ് പോരാന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ കക്കാട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പനമ്പുഴ റോഡുണ്ട്. ആ റോഡിൽ കൂടെ പോയിട്ട് തിരുരങ്ങാടി ചെന്നിട്ടാണ് കുളപ്പുറം പോവുക, അല്ലെങ്കിൽ VK പടി ഭാഗത്ത് പോയിട്ടാണ് കയറുന്നത്. അതേപോലെ തന്നെ തിരിച്ചു വരുന്ന ആളുകളും. അപ്പോൾ അത്യാവശ്യം നല്ല ഗതാഗത കുരുക്കുമാണ് ഈ റോഡ് കേട്ടോ. നോക്കിയാൽ നിങ്ങൾ, ഒരു ഇടുങ്ങിയ റോഡാണ്. അതിൽ കൂടെയാണ് ഇപ്പോൾ എല്ലാ വാഹനങ്ങളും കടന്നു പോകുന്നത്. അതിനോടനുബന്ധിച്ചുള്ള ബുദ്ധിമുട്ടും ഈ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നുമുണ്ട്. ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയും ഞായറുമാണ്. ഒരു ദിവസം ഇതേമാതിരി വലിയൊരു ഗതാഗതക്കുരുക്ക് ഉണ്ടായ സമയത്ത് കൂരിയാട് പാടത്തിനോട് ചേർന്നിട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് കുറച്ചൊന്ന് തുറന്നു കൊടുത്തിരുന്നു. ഇപ്പോൾ 2 ഭാഗവും വീണ്ടും ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് അണ്ടർപാസിന് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് മണ്ണെടുത്ത് തുടങ്ങുന്നത്. പണികളൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനിയിപ്പം ഇവിടെ പൊളിഞ്ഞു അവിടെ പൊളിഞ്ഞു എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇതിനൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഫ്രിക്ഷൻ സ്ലാബ്, ക്രാഷ് ബാരിയർ ഉപയോഗിച്ചിരുന്ന ഫ്രിക്ഷൻ സ്ലാബ് മൊത്തം ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നൊക്കെ കട്ടകൾ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. കാരണം ചളിമണ്ണായതുകൊണ്ടേ
വണ്ടി കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എക്സ്കലേറ്റർ കൊണ്ട് തള്ളി നീക്കണം ഇവർ. ഒന്നാമത് രാവിലെ മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, മണ്ണൊക്കെ എടുത്ത് മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏകദേശം ആ ഭാഗത്താണ് അന്ന് ആ മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചത് കേട്ടോ. അപ്പം അതിനോടനുബന്ധിച്ചിട്ട് ഇവിടുത്തെ മണ്ണ് മൊത്തം അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. എനിക്ക് ഈ ഭാഗത്ത് വരുമ്പം ഓർമ്മ വരുന്നത് എന്താ പറയുക, ഏകദേശം ഒരു 1.5 കൊല്ലം മുൻപ് ഉള്ള കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. ഇതുമാതിരിയായിരുന്നു ഓരോ ഭാഗത്തും പണികൾ നടന്നിരുന്നത്. പക്ഷേ എന്ത് പറയാം, നമുക്ക് എന്താണ് ദേശീയപാത 66 വേഗം തുറന്നെടുത്തിൽ കൂടെ യാത്ര ചെയ്യാൻ വിധിയില്ലാന്ന് കരുതാം. അപ്പം അങ്ങനത്തെ ഒരു വിഷയമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം പഴയ കാലഘട്ടം പൈലിങ്ങും ഇതൊക്കെ തുടങ്ങാൻ പോവാണ് ഇവിടെ. ഏകദേശം ഒരു 1.5 കൊല്ലം ബാക്കിലേക്ക് പോയിരിക്കും നമ്മളെ കൂരിയാട്. ഇവിടെ ഇപ്പോൾ 2 ഭാഗത്തും സർവീസ് റോഡൊന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഭാഗത്തായിരുന്നു ആ മണ്ണ് ഇങ്ങനെ തള്ളിപ്പോന്നിരുന്നത്. അവിടെയാണ് ഇപ്പോൾ മെയിനായിട്ട് പണി നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് RE ബ്ലോക്കിൻ്റെ വർക്ക് കഴിഞ്ഞാണ്. അതൊക്കെ മാറ്റിയിട്ടുമുണ്ട്. നോക്കിയാൽ നിങ്ങൾ അവിടെയൊക്കെ ക്രാഷ് ബാരിയർ പൊട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതുകൊണ്ട് ഇവിടെ നിന്നൊക്കെ ഫുള്ള് മണ്ണെടുത്തു. അവിടെ ജിയോ ഗ്രിഡ് ഉണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആ ഭാഗത്താണ് മെയിനായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണ് ആദ്യം വർക്ക് തുടങ്ങിയത്. അപ്പോൾ ഏകദേശം ആ ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ അവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തി കഴിഞ്ഞു. RE ബ്ലോക്കൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന്. ഇപ്പോൾ ഏകദേശം 2 എസ്കലേറ്റർ ഇവിടെ തന്നെ ഉണ്ട്. KNRC ഇവർക്ക് പെട്ടെന്ന് പരിപാടി, കാരണം ഇവിടുത്തെ മെഷീനറീൻ്റെ കുറവുകളൊന്നും ഇല്ല കേട്ടോ. കാരണം ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ 2 ഭാഗത്തുമുള്ള സർവീസ് റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം കണ്ടോ നിങ്ങൾ, ഈ ഭാഗത്തായിരുന്നു കേട്ടോ ഏറ്റവും വലിയ വിഷയം ഉണ്ടായിരുന്നത്. അവിടെ ചെരിഞ്ഞിട്ടുള്ള സ്ഥലമാണിത്. നമ്മൾ അന്ന് വന്ന സമയത്തൊക്കെ ഇവിടെ റോഡ് പൂർണ്ണമായിട്ട് ചെരിഞ്ഞ് നിൽക്കുകയായിരുന്നു. ഇതൊന്നും കൂടി ചെരിഞ്ഞിട്ടുണ്ടോ തോന്നുന്നുണ്ട് ഇപ്പോൾ ആദ്യത്തേനെക്കാട്ടിലും. ഈ ഭാഗത്തുള്ള ക്രാഷ് ബാരിയർ ഉണ്ടല്ലോ, ക്രാഷ് ബാരിയറൊക്കെ ഫുള്ളായിട്ട് മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങോട്ട് പോകാൻ പറ്റൂല, കാരണം ഫുള്ള് മണ്ണ് വീണിട്ടുണ്ട് അവിടെ. ഇതാണ് ആ തള്ളിപ്പോകുന്ന മണ്ണ്. ഇതിൻ്റെ അടിഭാഗത്തുനിന്ന് നേരെ താഴത്തേക്ക് വന്നത് കേട്ടോ. നോക്കിയതാണ് കൂരിയാട് പാടവും. സൂക്ഷിച്ച് നോക്കിയാലേ ഇവിടെ കട്ട വരെ പൊട്ടിയിട്ടുണ്ട്. വെച്ചാൽ RE ബ്ലോക്ക് പൊട്ടിയിട്ടുണ്ട്. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മണ്ണ് തള്ളിയ സമയത്ത് ഇത് ഇളകിയതാണ്. ഇളകിയപ്പോൾ പൊട്ടിയാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ പൊട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടാണ് നമ്മളെ വയഡക്റ്റിൻ്റെ പണികൾ ഇവിടെ ആരംഭിക്കുക. എന്തായാലും ഇപ്പം നിലവിൽ മണ്ണിടിച്ചിൽ സംഭവിച്ച സ്ഥലത്ത് മണ്ണ് പൂർണ്ണമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ അതിനോട് ചേർന്നിട്ടുള്ള RE ബ്ലോക്കൊക്കെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പൊട്ടിയതൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് പണികൾ കഴിഞ്ഞാൽ, വെച്ചാൽ മണ്ണൊക്കെ മാറ്റി കഴിഞ്ഞാൽ കോഴിക്കോട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന് പറയണത്. കാരണം ഇപ്പം 2 ഭാഗത്തേക്കും പോകുന്ന വാഹനങ്ങൾ ചെറു റോഡുകളിൽ വന്നിട്ട് നല്ല ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് അവിടെ. അപ്പം അതിനൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള പണികൾ കഴിയണം. കാരണം ഇവിടുന്ന് മണ്ണൊക്കെ പൂർണ്ണമായി മാറ്റിക്കഴിഞ്ഞിട്ട് സർവീസ് റോഡ് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇതിൽ കൂടെ വാഹനം കടത്തി വിടുകയുള്ളൂ. അപ്പോൾ ഇവിടെ 400 മീറ്റർ നീളമുള്ള ഒരു പാലമാണ് നിർമ്മിക്കുന്നത്. അതും വയഡക്റ്റ് ആണ്. വയഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ചതുപ്പ് നിലങ്ങളും അതുപോലെ തന്നെ കയറ്റം ഇറക്കവും ചെരിവുള്ള സ്ഥലങ്ങളിലും നിർമ്മിക്കുന്ന ഒരു പാലമാണ് വയഡക്റ്റ്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു PSC ഗഡർ 40 മുതൽ 42 മീറ്റർ വരെയാണ് നീളം വരുന്നത്. അപ്പോൾ ഏകദേശം 400 മീറ്റർ നീളമുള്ള ഒരു വയഡക്റ്റ് എന്ന് പറയുമ്പം ഒരു ഭാഗത്ത് 10 പീറുകളായിരിക്കും. അങ്ങനെ ടോട്ടലായിട്ട് 20 പീറുകളാണ് വരിക. ഇത് ഏകദേശം ഒരു കണക്കാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു പാലം നിർമ്മിക്കുന്ന സമയത്ത് 2 ഭാഗത്തും RE ബ്ലോക്ക് വെച്ച് മണ്ണിട്ട് ഉയർത്തണ മാതിരിയല്ല, അതിനോടനുബന്ധിച്ചിട്ട് സോയിൽ ടെസ്റ്റിംഗ് നടത്താനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ SPTൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. SPT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് പെനീട്രേഷൻ ടെസ്റ്റ്. ഈ വർക്ക് നമ്മളെ കൊയിലാണ്ടി ബൈപ്പാസിൽ കുന്നിയോറമലേൻ്റെ അവിടെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുന്നിയോറമലേൻ്റെ അവിടെ മാത്രമല്ല, എവിടേക്കാണ് പാലങ്ങൾ നിർമ്മിക്കുന്നത് അവിടെയൊക്കെ അത് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ സ്ട്രോങ് ഉള്ള മണ്ണ് എത്തുന്നവരെ ഇവർ കുഴിച്ചുകൊണ്ടിരിക്കും. എന്നാൽ മാത്രമേ ഇവർക്ക് അറിയുള്ളൂ ആ സോയിൽ എത്രത്തോളം ലോഡ് എടുക്കും എന്നുള്ളത്. എന്നിട്ടും തീർന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് ബോർ പൈലിംഗ് ചെയ്യലോട്ടെ. ഈ ബോർ പൈലിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പൈൽ കേസ് ഇറക്കുക. പൈൽ കേസ് ഇറക്കി കഴിഞ്ഞിട്ട് അതിനുള്ളിൽ പിന്നീട് പൈൽ കേജ് ഇറക്കും. വെച്ചാൽ കമ്പിക്കൂട് മാതിരി ഒരു പൈലിൻ്റെ രൂപത്തിൽ താഴത്തേക്ക് ഇറക്കും. അത് ഏകദേശം കുറേ എണ്ണം നിർമ്മിച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്താണ് പിന്നീട് പൈൽ ക്യാപ്പ് വരിക. പൈൽ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് പീറ്, പിന്നീട് പീർ ക്യാപ്പ്, പീറിൻ്റെ മുകൾ ഭാഗത്ത് പിന്നീട് ബയറിങ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകൾ ഭാഗത്താണ് ഗേർഡർ ഇൻസ്റ്റാളേഷൻ ചെയ്യുക. ഗേർഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് 2 ഗേർഡറുകളും തമ്മിലുള്ള ക്രോസ് ഗേർഡറിൻ്റെ വർക്ക് നടക്കും. അതിൻ്റെ മുകൾ ഭാഗത്ത് ഡെക്ക് ഷീറ്റ്, പിന്നീട് സ്റ്റീൽ ബൈൻഡിങ്, പിന്നീടാണ് കോൺക്രീറ്റ് കാസ്റ്റിംഗ് വരിക. അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ മാത്രമേ ഒരു പാലം റെഡി ആവുകയുള്ളൂ.
എന്നാലോ RE ബ്ലോക്കിന്റെ വർക്കിന് ഇത്ര വലിയ പണിയൊന്നുമില്ല. ഒരു ഫൗണ്ടേഷൻ നിർമ്മിച്ചിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് RE ബ്ലോക്ക് വെക്കുക, പിന്നെ മണ്ണ് കമ്പാക്ട് ചെയ്യുക, പിന്നെ ജിയോഗ്രിഡ് വിരിക്കുക, കുറച്ച് മെറ്റൽ ഇടുക, അങ്ങനെ മണ്ണിട്ട് ഉയർത്തി വന്നാൽ മാത്രം മതി. അതുകൂടാതെ ഈ കൂരിയാട് പാടത്തിന്റെ സർവീസ് റോഡിന്റെ 2 ഭാഗത്തും ഡ്രൈനേജ് പ്രീകാസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ പ്രീകാസ്റ്റ് ചെയ്തതിൻ്റെ ഇടയിൽ ഇപ്പം ഗ്രില്ലുകൾ സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് ആ ഗ്രില്ലിൻ്റെ അടിഭാഗത്തോട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് ഡ്രൈനേജിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയ ചെറിയ ഹോൾ മാത്രമാണ്. അപ്പോൾ മണ്ണ് വന്ന് അടിയാനും സാധ്യതയുണ്ട്. ഇതുപോലത്തെ ഗ്രില്ല് വന്നു കഴിഞ്ഞാൽ വേഗം തന്നെ വെള്ളം താഴത്തേക്ക് ഇറങ്ങും. ഇത് ഇവിടെ മാത്രമല്ല, പല സ്ഥലത്തും ഇതേമാതിരി ഡ്രൈനേജിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഈ കൂരിയാട് പാടത്തിന്റെ അവിടെ മണ്ണിടിച്ചിൽ സംഭവിക്കുന്നതിന് മുൻപ് നമ്മൾ ഈ റോഡിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്രങ്ങാനും വാഹനങ്ങളാണ് ഇതിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇതൊരു മെയിൻ റോഡും കൂടിയായിരുന്നു. തൃശ്ശൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്കും, അതുപോലെ തന്നെ കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശ്ശൂർ ഭാഗത്തേക്കും പോകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിച്ചിരുന്ന റോഡാണിത്. ഇപ്പൊ ഇത് ശരിക്കും ആളൊഴിഞ്ഞ ഒരു പൂരപ്പറമ്പ് മാതിരിയായി. ഇപ്പൊ നമ്മൾ നേരെ കൂരിയാട് ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വന്നോട്ടെ വെച്ചാൽ കുളപ്പുറം ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞാണ്. ഇവിടെ ഒന്നും മണ്ണിടിച്ചിലൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കുളപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് ഫസ്റ്റ് ഒരു പാലമുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള 2ാമത്തെ പാലത്തിൻ്റെ അവിടെ നിന്നാണ് മണ്ണിടിച്ചിൽ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും SPTൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് ബോർ പൈലിംഗ് ആരംഭിക്കുകയുള്ളൂ. അതിനോടനുബന്ധിച്ചുള്ള മിഷനറികളെല്ലാം ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. എന്ത് മിഷനറി എത്തിയിട്ടും കാര്യമില്ല, SPT എന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യുന്ന വർക്ക് കഴിയാതെ ഇവിടെ ബോർ പൈലിംഗ് തുടങ്ങാൻ സാധിക്കുകയില്ല. ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കണ മാതിരിയാണ് ഇപ്പോൾ ബോർ പൈലിംഗ് ചെയ്യാനുള്ള മിഷനൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ഇത് 2 റീച്ചാണ് മലപ്പുറം ജില്ലയിലുള്ളത്. ഒന്ന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയും മറ്റൊന്ന് വളാഞ്ചേരി മുതൽ കാപ്പിരിക്കാട് വരും. അതിൽ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെ ഉള്ളതിലാണ് കൂരിയാട് പാടം ഉൾപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 96% പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് വളാഞ്ചേരി ബൈപ്പാസിന്റെ വട്ടപ്പാറ മുകളിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്ന പണികൾ, അത് കഴിഞ്ഞിട്ട് പിന്നീട് കൂരിയാട് പാടത്ത് മാത്രമായിരുന്നു. എന്തായാലും പണികളെല്ലാം എത്രയും വേഗം പൂർത്തീകരിച്ചിട്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കാൻ സാധിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.